ഇമാമില്ലാതെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അയൽവാസി നല്ല ഫുള്ളിലായിരിക്കും, എപ്പോഴും കുടിച്ച് നല്ല ഫുള്ളിലായിരിക്കും. അപ്പൊ അയൽക്കാരൻ അവിടെ ഇങ്ങനെ കുറെ പാട്ട് പാടും. ഒരു പാട്ട് ആവർത്തിച്ച് പാടിയോണ്ട് എല്ലാവർക്കും പരിചയമുള്ള പാട്ടാണ്. അല്ലാഹൂനി വഅയ്യൂഫതൻ അല്ലാഹു ലിയൗമി കരീഹത്തിൻ വസിദാദി തഗ്രീ. ഇത് ആവർത്തിച്ച് പാടും. കുറേ ഒരു പാട്ട് പാടും. ഒരു ദിവസം മഹാനവർകൾ ഇശായിന്റെ ശേഷം വീട്ടിലെത്തിയപ്പോ അന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഭാര്യയോട് ചോദിച്ചാൽ നമ്മുടെ അയൽവാസി ഇന്ന് വന്നിട്ടില്ലേ, ഒന്നും ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല, ആളവിടല്ലേ? അപ്പൊ സ്വന്തം ഭാര്യ പറഞ്ഞു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലേ? അയാളെ പോലീസ് കൊണ്ടുപോയി. പോലീസ് പിടിച്ചു കൊണ്ടുപോയി, വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബേജാറായി. സഹോദരങ്ങളെ, ഹംദ് പറയുകയല്ല, പരിഭ്രമിച്ചു പോയി, ബേജാറായി പോയി. മഹാനവർകൾ വാഹനം എടുത്തു. വാഹനത്തിന്റെ മേലെ ഏറി നേരെ അതാ പോകുന്നു ജയിലറയിലേക്ക്, ജയിലിന്റെ ഉള്ളിലേക്ക്. ഗേറ്റ് തുറന്നിട്ട് വാഹനപ്പുറത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് വരുന്നത് കണ്ടപ്പോ ജയിൽ സൂപ്രണ്ട് പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മുറ്റത്തേക്ക് വന്നു. ആരാളും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന വലിയ പണ്ഡിത ശ്രേഷ്ഠരല്ലയോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പാണ്ഡിത്യത്തിന്റെ ഗരിമയിൽ അവരെ വല്ല ഇമാമുകളിൽ ആരുണ്ട് സഹോദരങ്ങളെ? ആ ഇമാമുല്ലാദ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ജയിൽ നിയന്ത്രിക്കുന്ന സൂപ്രണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുന്നു, അല്ല ഉസ്താദേ, നിങ്ങൾ എന്തിനാ വന്നത്? ഒരാളെ പറഞ്ഞയച്ചാൽ പോരെ, ഒരു എഴുത്ത് കൊടുത്തയച്ചാൽ പോരെ, ഞാൻ അങ്ങോട്ട് വരില്ലേ? നിങ്ങൾ എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? പള്ളി വിട്ടാൽ വീട്, വീട് വിട്ടാൽ പള്ളി. ഈ സ്ഥലത്താണല്ലോ നിങ്ങളെ കൂടുതലും കാണാറുള്ളത്. പള്ളിയിൽ നിന്ന് നിങ്ങൾ പോയി എന്ന് പറഞ്ഞാൽ ആളുകൾ നേരെ വരെ എങ്ങോട്ടാണ്? വീട്ടിലേക്കാണ്. വീട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് വരും. രണ്ടാമൊരു സ്ഥലത്താണല്ലോ അധികവും കാണാറുള്ളത്. അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇമാമുല്ലാദ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് പകൽ എന്റെ അയൽക്കാരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് ഞാൻ അറിഞ്ഞു. ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, അതെ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇടങ്ങേറായിട്ട് കുടുങ്ങിയിട്ട് പരാതി ഇങ്ങനെ വന്ന് നിക്കപ്പുറത്തില്ലായിട്ട് അറസ്റ്റ് ചെയ്തു. ആരാ പരാതി എന്ന് ചോദിച്ചു. ആ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാളെ നേരെ വാപ്പൻ മദ്യപിച്ചുള്ള ലുൽമോട് സഹിക്കാൻ കഴിയാനായിട്ട് നാട്ടുകാർ പലതും പറഞ്ഞിട്ട് കേസിനെ കൊടുത്തു. ഞാൻ അവിടെ കൊച്ചിനെ അവിടെ കണ്ടോട്ടുള്ള സ്വന്തം ബാപ്പന്റെ കുടുംബക്കാരന് അവർ പരാതി വന്നത് കൊണ്ടുവന്നാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയൽവാസി എനിക്കൊന്ന് കാണണം, അയൽവാസി ഒന്ന് സംസാരിക്കാൻ. നമ്മളെന്താ പറയാ? അതവിടെ കേട്ടോ, ആ ചരിത്രം ഞാൻ പറയാം. നമ്മളെന്താ പറയാ? അതെ, അയൽവാസി കുടിയാണ്. ഞാൻ ആ പറമ്പക്കനെ നോക്കലല്ല, ഞാൻ ആ പരിസരത്ത് പോകലല്ല. ഞാൻ കാണുമ്പോ തന്നെ വേറെ പോലെ നമ്മളയാളെ ടച്ച് ചെയ്യണം. എവിടെയാണ് അയാൾക്ക് കേടുപാട് പറ്റിയത് അന്വേഷിക്കണം. സ്വകാര്യമായിട്ട് നമ്മൾക്ക് തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തണം. ഒരാൾ നമ്മളെ വർത്തമാനം കാരണം ഇടപഴകൽ കാരണം നന്നായി കിട്ടിയാൽ അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിയത്തിന്റെ സ്വഭാവം. അയാളെ കേടുപാടൊക്കെ നമ്മൾ പറഞ്ഞങ്ങനെ ചെയ്യില്ലേ? എല്ലാ നിലക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ എന്ന് സ്വകാര്യമായി പറഞ്ഞ് ഉപദേശിച്ച് നന്മകളൊക്കെ അയാൾ ഓർമ്മപ്പെടുത്തി കൊടുത്ത് എങ്ങാനും അയാളെ മനസ്സിൽ അല്ലാഹു തആല ചെറിയൊരു തരിയിട്ട് കൊടുത്തിട്ട് മാറ്റം വന്നാലോ, അൽഹംദുലില്ലാഹ്, ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും എത്ര വലിയ സമാധാനമാണ്, ചെറിയ മക്കൾക്ക് എത്ര വലിയ മോചനമാണ്, കൂടെ കിടക്കുന്ന പ്രാണപ്രേയസിക്ക് എത്ര സമാധാനമാണ്. വഴക്കുകൾ അസ്തമിച്ചു പോയി, വക്കാണങ്ങൾക്ക് തീർപ്പായി പോയി, മർദ്ദനങ്ങൾ ഇനി ചിന്തിക്കേണ്ടതില്ല.